إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിലെ ഒരു വചനമാണ് ഞാനിവിടെ ഓതിയത്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക, ഫിത്നതൻ, ഫിത്ന, പരീക്ഷണം, ശിക്ഷ, അത് ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ, അത് നിങ്ങളുടെ കൂട്ടത്തിൽ അക്രമം ചെയ്തവർക്ക് മാത്രമല്ല അത് പിടികൂടുക, മൊത്തത്തിൽ പിടികൂടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്, അത് സൂക്ഷിക്കണം. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹു ശദീദുൽ ഇഖാബ്, തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് അറിയുക. മനുഷ്യർക്ക് സംഭവിക്കുന്ന അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ശിക്ഷയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദുരിതങ്ങൾ, പ്രതിസന്ധികൾ അത് വരാതിരിക്കാൻ നമുക്ക് വ്യക്തിപരമായി നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. സമൂഹം എന്ന നിലക്ക് സമൂഹത്തിന് അള്ളാഹിൻ്റെ ശിക്ഷ കിട്ടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ചിലതിലൂടെ മാത്രം ഞാൻ കടന്നു പോകണം. വ്യക്തികൾ ഓരോരുത്തർക്കും റബ്ബിൽ നിന്ന് അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ അതിലുള്ള ചില വഴികൾ, അതിലൊന്ന് പ്രാർത്ഥന തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബു ലക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അപ്പോൾ പ്രാർത്ഥന, അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, എൻ്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഞാൻ സമീപസ്ഥനാണ്. അപ്പോൾ നമ്മളോട് ഏറ്റവും അടുത്തവനാണ് റബ്ബ്, അവനോട് ചോദിക്കുക. അപ്പോൾ ആ ചോദിക്കുന്നവർക്ക് അവന് ഉത്തരം നൽകും. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു, കുടുങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ, ഉത്തരം കൊടുക്കുന്നവൻ ആരാണ്? അല്ലാഹു കൊടുക്കുന്ന നിർബന്ധിത സാഹചര്യത്തിലൊക്കെ പ്രാർത്ഥന നടത്തുമ്പോൾ ഉത്തരം കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാവില്ല. അത് മുസ്ലിമും അമുസ്ലിമും വ്യത്യാസമില്ല. ആരാണ് കുടുങ്ങുമ്പോൾ അള്ളാഹിനോട് അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നത്, ആ നേരമൊക്കെ അള്ളാഹ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന നല്ലൊരു വഴിയാണ്. മറ്റൊന്ന് ദാനം ചെയ്യുക, സ്വതക്ക, ദാനം ചെയ്യൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വതഖത്തു തുത്ഫിഉ ഗളബർ റബ്ബ്, നമ്മൾ ചെയ്യുന്ന ദാനം അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയും. വതദ്ഫഉ മീത്തത്തസ്സൂ, മോശപ്പെട്ട മരണത്തെ തടുക്കും. ദുരന്തങ്ങളൊക്കെ വന്നിട്ടുള്ള മോശപ്പെട്ടുള്ള മരണത്തെ തടുത്തു വെക്കും എന്ന് ദാനത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ വലിയ പ്രശ്നങ്ങളും ദുരിതങ്ങളും വരാതിരിക്കാനുള്ള വഴികളാണ് ഈ പറയുന്നതൊക്കെ. അതൊക്കെ നമ്മൾ ചെയ്താൽ ഇങ്ങനെയുള്ള ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു ഹദീസ് കാണാം, സനാഇഉൽ മഅറൂഫ്, നന്മ ചെയ്യാൻ, ഇത്തരം നന്മകൾ ചെയ്യാം, അത് തഖീ മസാരിയ അസ്സൂ, മോശപ്പെട്ട പതനത്തെ അതിൽ നിന്ന് സംരക്ഷണം നൽകും. അങ്ങനെ കുറവ് ചുരുക്കി പറയാണ്. ഇതുപോലെ മറ്റൊന്ന്
ദിക്റുകളാണ്, അദ്കാറുകൾ, നമ്മുടെ രക്ഷക്കുള്ള വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ ഓർക്കുന്നവന് ദിക്റുകൾ നടത്തുന്നവന്റെ ഉദാഹരണം ഒരു മനുഷ്യന്റെ മാതിരിയാണ്. അയാളെ പിന്നാലെ ശത്രുക്കൾ ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയം അദ്ദേഹം ഒരു വലിയ കോട്ടയിൽ കയറി വാതിലടിച്ചു. ഭദ്രമായ കോട്ടയായതുകൊണ്ട് ഇനി അവർക്ക് വരാൻ കഴിയില്ല, ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇതുപോലെയാണ് ദിക്റുകൾ. അവന് നല്ല ബലിഷ്ഠമായ കോട്ടയെ പോലെയാണ്, അവനെ സംരക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദിക്റുകളൊക്കെ ഓരോ നോക്കണ്ട്. ഞാൻ 1-2 ഉദാഹരണം പറയാം. ഒരാൾ ബിസ്മില്ലാ അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന് പ്രാർത്ഥിച്ചാൽ അന്ന് വൈകുന്നേരം വരെ പെട്ടെന്നുള്ള അപകടമൊന്നും അവനെ പിടികൂടുകയാണ്. ഈ വൈകുന്നേരം പറഞ്ഞ നേരം വെളുക്കുന്നവരെയുള്ള പെട്ടെന്നുള്ള അപകടമൊന്നും അവനെ പിടികൂടുകയില്ല. ഇങ്ങനെ ആ ദിക്റുകൾ ഓരോന്നെടുത്ത് നോക്കിയാൽ ഇങ്ങനെ നമുക്ക് ഈ ഭൗതികമായ അപകടം, പിശാചിന്റെ അപകടത്തിൽ നിന്നൊക്കെ രക്ഷ കിട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ഇത് വ്യക്തികൾ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ചില സമയത്തോ വ്യക്തികൾ നല്ലവരാണെങ്കിലും ചിലപ്പോൾ ശിക്ഷ പൊതുവായി കിട്ടുന്ന ചില തിന്മകളുണ്ട്. അതാണ് ഇവിടെ സൂറത്ത് അൻഫാൽ 25-ാമത്തെ ആയത്ത് അനുമതി. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ. നിങ്ങളെ കൂട്ടത്തിൽ അക്രമം ചെയ്തവർക്ക് മാത്രമൊന്നുമല്ല, ശിക്ഷ വരുമ്പോൾ മൊത്തത്തിൽ കിട്ടും. അത് നല്ല സൂക്ഷിച്ചോളി എന്നാണ്. അപ്പൊ അതിന് രക്ഷ കിട്ടണം. സമൂഹത്തിന് രക്ഷ കിട്ടാനുള്ള ചില വഴികളുണ്ട്, അങ്ങനെ കിട്ടാതിരിക്കാനുള്ള വഴികൾ. അപ്പൊ എങ്ങനെയാണ് ഇതിങ്ങനെ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൈനബ് റളിയല്ലാഹു അൻഹ ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? യാ റസൂലല്ലാഹ് അനുഹുലക് വഫീന സാലിഹൂൻ. അള്ളാഹുവിന്റെ ദൂതരെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരുണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ നശിപ്പിക്കപ്പെടുമോ? കുറെ ആൾക്കാർ മോശമായതുകൊണ്ട് അവർക്കല്ല ശിക്ഷ കിട്ടണ്ടേ, ആ കൂട്ടത്തിൽ നമ്മളുണ്ടാവും. അപ്പൊ അവിടുന്ന് പറഞ്ഞ ഇതാ കസുറൽ ഖബസ്, തിന്മ വർദ്ധിച്ചാൽ പിന്നെ മൊത്തമായിരിക്കും ശിക്ഷ ഉണ്ടാകുക. അപ്പൊ ആ മൊത്തം ശിക്ഷ കിട്ടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാം. എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ആ ശിക്ഷന്റെ രൂപം പറഞ്ഞത് ഒരു ഹദീസും കൂടി പറയട്ടെ. യകൂനു ഫി ഉമ്മത്തി ഖദ്ഫ് വമസ്ഖ് വഖസ്ഫ്. എന്റെ ഉമ്മത്തിൽ ശിക്ഷകൾ വരും. എങ്ങനെ? ഖദ്ഫ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ശിക്ഷകൾ വരുന്നു. പാറക്കഷ്ണങ്ങളും ലൂത്ത് അലൈഹി സ്വലാമിന്റെ ജനത തകർക്കപ്പെട്ടത് മുകളിൽ നിന്ന് കല്ല് വർഷം വന്നിട്ടാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ശിക്ഷകൾ, ആകാശത്തിനുള്ള അട്ടഹാസം വഴി എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പല സമൂഹത്തിന്റെ തകർച്ചയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ശിക്ഷകൾ ഈ ഉമ്മത്തിൽ ഇനി വരും. അതുപോലെ ഖസ്വന, ഭൂകമ്പങ്ങൾ വഴിയുള്ള ശിക്ഷകളൊക്കെ വരും. അപ്പൊ ഇത് എപ്പോഴാണെന്ന് സഹാബികൾ ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത്, ഇദാ ലഹറത്തിൽ മഅസിഫ് വകസുറൽ ഖിയാൻ വശുരിബത്തിൽ ഖുമൂർ. വ്യാപകമായൊരു 3 തെറ്റിനെ പറ്റി പറയാം. ഒന്ന്, സംഗീതങ്ങള്, മ്യൂസിക്കൽ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അതങ്ങട്ട് വ്യാപകമായി, അതിനൊന്നൊരു പ്രശ്നം ഇല്ലെന്നൊരു തോന്നൽ വരികയാണ് ആൾക്കാർ. അതുപോലെ നർത്തകികൾ പെരുകിയാൽ, മദ്യം, ലഹരി അത് വ്യാപകമായി ഉപയോഗിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? എല്ലാവർക്കും, അത് മാറിക്കണവർക്ക് മാത്രമല്ല ശിക്ഷ മൊത്തത്തിൽ കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടാതിരിക്കാൻ തന്നെ തിന്മകൾക്കെതിരെ പ്രതികരിക്കണം എന്നാണ്. അത് കിട്ടാതിരിക്കാനുള്ള വഴി. ഞാൻ നല്ല ആളാണെന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് കാര്യമല്ല. ഇത്തരം തിന്മകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുണ്ടാവുമല്ലോ, അതൊന്നും ശരിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ തിന്മക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കണം. അതിലിപ്പോ നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല. നമുക്കിവിടെ സ്വതന്ത്രമാണ്, സ്വതന്ത്ര രാജ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഭരണകൂടത്തിന്റെ ഒരു തപാകത വന്നാൽ തന്നെ അതിങ്ങനെ സൂചിപ്പിക്കാം. അതിനൊന്നും ഇവിടെ വിരോധമല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ഇവിടുത്തെ വ്യവസ്ഥകളൊക്കെ. അപ്പൊ ആ രൂപത്തിൽ തിന്മകൾ വരുമ്പോ അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കല്ല, പ്രതികരിക്കും. പല രൂപത്തിലുള്ള തിന്മകൾ വരുന്നുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. വിദ്യാലയങ്ങൾ എന്തിനാ നമുക്കറിയാം? നമ്മുടെ മക്കളെ നല്ലത് പഠിപ്പിക്കാൻ, അവർക്ക് എല്ലാ നിലക്കുള്ള വികസനം ഉണ്ടാവാൻ, ആ ലക്ഷ്യം വെച്ചിട്ടല്ലേ നമ്മൾ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞേക്കാം. അപ്പൊ അവിടെ നല്ലതാ പഠിപ്പിക്കണ്ടേ, നല്ല കാര്യങ്ങള്.
പക്ഷെ ചിലപ്പോൾ അവിടുന്നൊക്കെ ചിലരുടെ സ്വാധീനം കാരണം മോശപ്പെട്ട കാര്യങ്ങളും പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. ഒരു ഉദാഹരണം പറയാം, ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത കാലത്ത് വലിയ ചർച്ച വന്നിരുന്നല്ലോ. എന്താണത്? അത് യൂറോപ്പ് പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ ചവച്ച് തുപ്പി അവരൊഴിവാക്കിയൊരു വിഷയം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക, വലിയ സംഭവം വിചാരിച്ചിട്ട്. ഇതെന്താണുള്ളത്? ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണല്ലോ. ഗിയർ ന്യൂട്രൽ ഇട്ടാൽ പിന്നെ വണ്ടി അനങ്ങൂല, പിന്നെ ബാക്കിക്കാണോ മുന്നിക്കാണോ പോകണ്ടെന്നൊക്കെ ഗിയർ മാറ്റണം. എന്ന പോലെ ഒരു കുട്ടി ജനിക്കുമ്പം കുട്ടിയാണോ പെണ്ണോന്നൊന്നും ഇപ്പൊ മനസ്സിലാവില്ല എന്നവര് പറയണേ. നമുക്ക് മനസ്സിലാവും, ഒരു പണിയില്ല, വളരെ ഇത്രയും പ്രാഥമികമായ വല്ല വിഷയമുണ്ടോ? ആ ലേബർ റൂമിന്റെ അപ്പുറത്ത് നിന്നിട്ട് വിവരം അറിയിക്കും ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് പറഞ്ഞാൽ പ്രശ്നം തോന്നും. പക്ഷെ ഇവര് പറയണ അങ്ങനെയല്ല. ആ കുട്ടി പിന്നെ പ്രായപൂർത്തിയായിട്ട് കുട്ടി തീരുമാനിക്കും ആണാണോ പെണ്ണാണോ എന്ന്. അപ്പൊ ആ കുട്ടി ആൺകുട്ടിയാണ്, നമ്മുടെ കണക്കിൽ ആൺകുട്ടിയാണ്, ആ കുട്ടിക്ക് പെൺകുട്ടിയാണ് താല്പര്യമെങ്കിൽ പിന്നെ ആ കുട്ടീന്റെ ജനനേന്ദ്രിയങ്ങളൊക്കെ മുറിച്ചിട്ട് ആ കുട്ടീനെ പെണ്ണാക്കി മാറ്റുന്ന അതൊക്കെ ഇപ്പൊ പലതും നടക്കുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് തോന്നുക ഞാൻ ആൺകുട്ടിയാണ്, എന്നാ പിന്നെ അങ്ങനെയൊക്കെ തോന്നലുണ്ട്. അത്ര അങ്ങനെ ആണ് പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇഷ്ടംപോലെ കാണാമല്ലോ. അയിമല് നിൽക്കണില്ല. ചിലർക്ക് പട്ടിയാണ് തോന്നുക. അങ്ങനെ പട്ടിന്റെ രൂപത്തിലൊക്കെ മുഖത്ത് വെച്ചിട്ട് കുരക്കുന്നത് ചിത്രമൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി ഇഷ്ടം പോലെ കാണും. ഓന് പട്ടിയാണ് പോയി. അതുകൊണ്ട് ജനിച്ച ഉടനോ പട്ടിയാണോ മനുഷ്യനാണോ ഒന്നും പറയാൻ പറ്റൂല. കുറെ കഴിയുമ്പോൾ ഓന് പട്ടിയാണ് തോന്നുകയാണെങ്കിൽ ഓന് പട്ടിയാകാം, അല്ലെ പൂച്ചയാകുക. അങ്ങനെ പല രൂപത്തിൽ എന്തൊരു വികൃതമായ കാര്യം. അപ്പൊ ഇത് വിഷയം വന്നപ്പോ നമ്മുടെ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളൊക്കെ പറഞ്ഞു അത് പാഠപുസ്തകത്തിൽ കൊണ്ടുവരിക. പക്ഷെ ഇപ്പോഴും ഉണ്ട് പാഠപുസ്തകത്തിൽ. അപ്പൊ അതായിക്കോട്ടെ എന്നൽക്കാണ് നമ്മൾ പറയേണ്ടത്. ഇതിനൊക്കെ നമ്മൾ എതിർക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എത്തിക്കുന്നത് തോന്നുന്നൊക്കെ നടപ്പിലാക്കുക. ആണും വിവാഹം ചെയ്യുക, പെണ്ണും വിവാഹം ചെയ്യുക, അതൊന്നും പ്രശ്നമല്ല. വേറെ ഉണ്ട് ചിലത് നമുക്ക് ഇവിടെ പറയാൻ പറ്റൂല. ആ ജാതി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു തരം ലിബറലിസം അതൊരു മതമായി മാറുകയാണ്. ഇപ്പോൾ നമ്മൾ വിദ്യാലയങ്ങളിൽ നിന്ന് ഒരു മതം പഠിപ്പിക്കാൻ അടിച്ചേൽപ്പിക്കാൻ പറ്റൂല. ശരിയല്ലത്? പറ്റൂല. കാരണം ഇത് പൊതുവിദ്യാലയമാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നവർ. അപ്പൊ ഒരു സ്കൂളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് പറയാൻ പറ്റും അവിടെ ഇന്നും രാവിലെ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് തുടങ്ങാൻ പറ്റുമോ എന്ന് പൊതു സ്കൂളിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അത് അടിച്ചേൽപ്പിക്കാൻ പറ്റൂല. ഇതുപോലെ ഹൈന്ദവരുടെ ക്രൈസ്തവരുടെ പ്രാർത്ഥന തുടങ്ങാൻ പറ്റൂല. പക്ഷെ ഇന്ന് ലിബറലിസം ഒരു മതമായി മാറും. ഓർക്ക് എന്തും ചെയ്യാം. അതൊന്നൊരു മതമാണ്. ഒരു വിചാരിച്ചാൽ നടപ്പിലാക്കിക്കൊള്ളും. അത് നടപ്പിലാക്കും എന്നുള്ള രൂപത്തിലാണ്. ആ കൂട്ടത്തിലാണ് ഇനി സ്കൂളൊക്കെ ഇവിടെ അരമണിക്കൂർ ഡാൻസ് എടുക്കുക, അതൊരു പ്രത്യേകം മ്യൂസിക് വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും അദ്ദേഹം ഇങ്ങനെ ചാടുക. അത് നിർബന്ധമായിട്ടാണ്. എതിർത്തിട്ടും അല്ലാതെ നിർബന്ധമായി നടപ്പിലാക്കുന്നൊക്കെ പറയണേ. അപ്പൊ ഇതിനെ എതിർത്ത് കഴിഞ്ഞാല് അപ്പൊ ഉടനെ ഒരു പറയുന്ന കാര്യം കാര്യങ്ങള് നന്മ പറഞ്ഞ ഉടനെ പറയാം അത് തീവ്രവാദമാണ്, താലിബാനിസാണ്. അപ്പൊ പുതിയൊരു കാര്യമാണ്. തിന്മകൾക്കെതിരെ ആരെങ്കിലും ഒന്ന് പ്രതികരിക്കുമ്പോ അത് താലിബാനിസാണ്, അത് തീവ്രവാദികളാണ്. ആ രൂപത്തിൽ ഇടിച്ച് അവരൊന്ന് നിരത്തി കഴിഞ്ഞാൽ പിന്നെ ഓലും മുണ്ടൂല എന്നാ വിചാരിക്കണേ. അപ്പൊ ഇങ്ങനെ താലിബാൻ പേരും തീവ്രവാദ പേരും കിട്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ എന്തെങ്കിലും ഒന്നും മുണ്ടൂല. നമ്മൾ മുണ്ടണ്ട, ഒന്നും മുണ്ടണ്ട, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, വിദ്യാലയമല്ലേ. പക്ഷെ അങ്ങനെ വിട്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു. തിന്മകളൊക്കെ എതിർക്കാൻ നമുക്കൊരു തടസ്സമില്ലല്ലോ. എന്നിട്ടും നമ്മൾ അത് നടന്നോട്ടെ. അപ്പൊ എതിർക്കാതിരിക്കണം. ഒന്നും ഈ പേടി. അതല്ലെങ്കിൽ ഓൽക്കും ഇതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. കാരണം തിന്മകൾ ചെയ്ത് പിന്നെയും ചെയ്ത് അങ്ങനെ ചെയ്തത് ജീവിതത്തിന്റെ ഭാഗമായ ആൾക്കാർക്ക് ഇതൊക്കെ നിസ്സാരമായി തോന്നും. പക്ഷെ ഇസ്ലാം ഒരു കാര്യം തിന്മ എന്ന് പറഞ്ഞാൽ തിന്മ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തിന്മക്കെതിരെ നമ്മൾ ശബ്ദിക്കും വേണം. അത് മൊത്തത്തിൽ സുരക്ഷയുടെ ഒരു വഴിയും കൂടിയാണെന്ന് പറഞ്ഞു. മൊത്തത്തിൽ സുരക്ഷന്റെ വഴി. ഞാൻ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ ഒരു വചനം ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം. പരിശുദ്ധ ഖുർആൻ പറയണം, ഫലൗലാ കാന മിനൽ ഖുറൂൻ മിൻ ഖബലിക്കും ഉലി ബഖിയത്തിൻ, മുമ്പുള്ള തലമുറകളിൽ എന്തുകൊണ്ട് നന്മയിൽ പാരമ്പര്യമുള്ള ആൾക്കാർ യൻഹൗന അനിൽ ഫസാദ്, ഭൂമിയിൽ ഈ കുഴപ്പങ്ങളൊക്കെ ചിലർ തുടങ്ങുമ്പോൾ എന്തുകൊണ്ട് അതിനെ വിലക്കുന്നില്ല? ചിലരിങ്ങനെ മാറിക്കുക, ഇങ്ങനെ നോക്കിക്കുക, ഒന്നും വിലക്കില്ല, അത് നമ്മൾ ഇടപെടണ്ടാകും. ആരെങ്കിലും ഇടപെടുകയാണെങ്കിൽ ഇടപെട്ടോട്ടെ, അല്ലെങ്കിൽ നമുക്കൊന്നാവില്ല. എന്തിനാ പ്രശ്നത്തിന് പോകണമെന്ന് ഇതാ പറഞ്ഞ പൂർവികർ ഒരുപാട് ആൾക്കാർ തകർക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാന്റെ ശിക്ഷ, പൊതു ശിക്ഷ വന്നിട്ടുണ്ട്.
അപ്പൊ അത് വെച്ചിട്ടുള്ള പറയും എന്തുകൊണ്ട് ആ കൂട്ടത്തിൽ നന്മയുടെ പാരമ്പര്യമുള്ളവരൊക്കെ ഈ തിന്മകൾക്കെതിരെ എന്തുകൊണ്ട് അവർ പ്രതികരിച്ചില്ല? ഇല്ലാ ഖലീലൻ മിമ്മൻ അൻജൈന. പിന്നെ നമ്മളാ തിന്മ വന്നവൻ പൊതു ശിക്ഷ കൊടുത്തവർ രക്ഷപ്പെടുത്തി ചില ആൾക്കാരുണ്ടാവും. അവരിൽ നിന്ന് ചിലർ മാത്രമല്ലാതെ എന്തുകൊണ്ട് മൊത്തത്തിൽ ഈ തിന്മ വരുമ്പോ അവരാരും അതിനെ എതിർത്തില്ല? അങ്ങനെ എതിർത്തിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ തൊട്ടു താഴെ പറയുന്നു നോക്കി, വമാ കാന അല്ലാഹു ലിയുഹ്ലികൽ ഖുറ, ഒരു നാട്ടിനെയും അല്ലാഹു നശിപ്പിക്കുകയില്ല ബിദുൽമിൻ, അവർ ചെയ്യുന്ന ദുൽമ കൊണ്ട്. അവരെ ദുൽമുണ്ടാവും, ആൾക്കാർ മനുഷ്യരാണെങ്കിൽ കുറെ ദുൽമുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് മാത്രം അല്ലാഹു അവരെ ശിക്ഷിക്കൂല. എങ്ങനെയാണെങ്കിൽ അഹ്ലുഹാ മുസ്ലിഹൂൻ, അതിൽ ആൾക്കാർ മുസ്ലിഹുകളാണെങ്കിൽ, മുസ്ലിഹ് എന്ന് പറഞ്ഞാൽ തിന്മകൾ തിരുത്തിക്കൊണ്ടിരിക്കുക. മുസ്ലിഹർ തിരുത്തുന്നവരാണ്. മനുഷ്യന്റെ ഇടയിലുള്ള തിന്മകളെ ഇസ്ലാഹ് നടത്തുക, അത് ചെയ്യരുത് ചെയ്യരുത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ തിന്മക്കെതിരെ പ്രതികരിക്കുന്നവരുണ്ടെങ്കിൽ പൊതുവായ ശിക്ഷ അവർക്ക് കൊടുക്കൂല എന്നാ പറയണം. അതുകൊണ്ട് തന്നെ നമ്മൾ തിന്മക്കെതിരെ പറയുമ്പോൾ താലിബാനിസമാണ്, തീവ്രവാദമൊക്കെ പറഞ്ഞാലും ശരി ഈ പണി പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ആ പറയുന്നവർക്കും രക്ഷ കിട്ടണം, ആക്ഷേപിക്കുന്നവർക്കും പൊതുശിക്ഷ കിട്ടാതിരിക്കാൻ ഈ ഒരു സമൂഹം, ഈ ഒരു ഭാഗ്യം ചെയ്ത സമൂഹം അവിടെ അങ്ങനെ നിലനിൽക്കണം. പക്ഷെ നമ്മളൊന്ന് തലയിലുള്ള നമ്മളൊക്കെ ആരോ ചെയ്തോട്ടെ, തിന്മകൾ കാണുമ്പോൾ എന്താ പ്രതികരിക്കാൻ എന്താ പ്രശ്നം? അപ്പൊ നമ്മളൊക്കെ ഇത് ആൾക്കാരാവണം എന്ന് പറയുന്നു. തിന്മകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. എങ്കിലും ഒരു തിരുമ്മിയ ആൾക്കാർ കൊണ്ടുവരാൻ അത്ര ധൈര്യത്തിൽ കഴിയില്ല. ഇതെന്ത് ചെയ്താലും ആരും ചോദ്യം ചെയ്യില്ല എന്ന് കാണുമ്പോൾ ആൾക്കാർ അങ്ങനെ അവർക്ക് തോന്നിയ ഏത് ഇസവും ഇങ്ങനെ നടപ്പിലായിക്കൊണ്ടിരിക്കും. വാസ്തവത്തിൽ അതാണ് താലിബാനിസം. ഈ വേണ്ടാത്ത മുഴുവൻ ഒന്ന് അടിച്ചേൽപ്പിക്കണവര്, എന്നിട്ട് അതൊന്നും ചെയ്യാത്ത ആൾക്കാരെ ഈ രൂപത്തിൽ ആക്ഷേപിക്കാണ് ഇത്തരം ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ ഈ ആക്ഷേപത്തെ ഭയന്നിട്ട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ അമ്പിയാക്കളൊക്കെ മിണ്ടാതിരിക്കണ്ടേ? നബിനെ പറ്റി എന്തൊരു അഭിപ്രായമായിരുന്നു 40 വയസ്സുവരെ. അല്ലമീനാണ്, ഏത് കാര്യം നബിയോട് കൂടിയാലോചിക്കും, നബി ഒരു പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞൊക്കെ സ്വീകരിക്കും. കാരണം എന്താണെന്നറിയോ? ലിയന്നഹുകാന സ്വാലിഹൻ, നബി സ്വാലിഹായ ഒരു മനുഷ്യനായി, നല്ലൊരു മനുഷ്യനായിരുന്നു. അല്ലമീനാണ്, വിശ്വസ്തനാണ്, കള്ളം പറയില്ല, ഒന്നും പറയില്ല. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ 40 കൊല്ലം കഴിഞ്ഞപ്പോഴോ നബി തിരുമേനി എന്ത് ഇവരുടെ ഇടയിലെ തെറ്റ് തിരുത്താൻ തുടങ്ങി. അപ്പോൾ എതിർപ്പുകൾ വന്നു. മന്ത്രവാദി എന്ന് പറഞ്ഞു, അതുപോലെ ഭ്രാന്തൻ എന്ന് പറഞ്ഞു, കവി എന്ന് പറഞ്ഞു, പലതും പറഞ്ഞു. എന്താ കാരണം? ലിയന്നഹു കാന മുസ്ലിഹൻ, 40 വയസ്സിന് ശേഷം നബി മുസ്ലിഹായിരുന്നു. മുസ്ലിം എന്നാണ് സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കുക. അങ്ങനെ പ്രതികരിക്കുമ്പോൾ പല ചീത്ത പേരുകളും കേൾക്കും. എന്നാ പിന്നെ എനിക്കാവൂല. അല്ലെ വേറെ ചിലർ പറയും ഞാൻ തന്നെ ഒക്കെ ക്ലിയറൊന്നുമല്ല, എന്റെ ജീവിതത്തിൽ കുറെ തിന്മയുണ്ട്. ഈ പണ്ഡിതന്മാർ പറയും നമ്മളൊക്കെ ക്ലിയർ അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തിന്മ വരുന്നുണ്ടെങ്കിലും നമ്മൾ തിന്മക്കെതിരെ നമ്മൾ പ്രതികരിച്ചു കൊണ്ടേയിരിക്കണം. നമ്മൾ ചില തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ തെറ്റിനെതിരെയും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. ഞാൻ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുന്നവരാവാൻ പാടില്ല. ഇതൊക്കെ നമ്മളോട് നമ്മുടെ ദീന് നമ്മളെ അറിയിക്കുന്ന കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ ശിക്ഷ പൊതുവായിട്ടാണ് വരിക, പൊതു ശിക്ഷകളാണ് വരിക. ഇനി നോക്ക്, നമ്മളൊന്നേര് പിന്നെ ഇവിടെ തന്നെ ഇപ്പൊ നബി തിരുമേനി പറഞ്ഞ ഈ വിഷയം പറഞ്ഞ ഒരു ഹദീസ് നമ്മളൊക്കെ കേട്ടതാണ്. എത്ര കേട്ടാലും പറയേണ്ട ഹദീസ്. നബി തിരുമേനി പറഞ്ഞു ഈ കാര്യത്തിന്റെ ഉദാഹരണം ഒരു കപ്പൽ പോലെ, 2 തട്ടുള്ള ഒരു കപ്പൽ. എന്നിട്ടോ താഴെയുള്ളവർക്ക് വെള്ളം കിട്ടണമെങ്കിൽ മേലെ പോകണം. അപ്പൊ ഇവർ വിചാരിച്ചു ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട, നടക്കാനും ബുദ്ധിമുട്ട്, കഷ്ടപ്പെട്ടണ്ട, നമ്മുടെ ഭാഗത്ത് നമുക്കൊരു ദോരണ്ടാക്കാം. അപ്പൊ മറ്റേ കൂട്ടർ നമ്മളെന്തിനാ ഇടപെടുന്നത്, ഓരോ കാര്യമല്ലേ, ഒരു തിന്മ ചെയ്തോട്ടെ എന്ന് മാറി നിന്ന് എങ്ങനെ ഉണ്ടാകും? എല്ലാവരും മുങ്ങി നശിക്കും. എത്ര മനോഹരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറയാ ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. വല തൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിക്കുക തന്നെ വേണം. അല്ലെങ്കിലോ ഔല യൂഷിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ശിക്ഷ കൊണ്ടുവരും, മൊത്തത്തിലായിരിക്കും ശിക്ഷ കിട്ടുക. അതുകൊണ്ട് എല്ലാവരും മനസ്സിലായിക്കോളി, സമൂഹത്തിൽ തിന്മ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിലൊക്കെ അവരുടെ സിലബസ് ഒക്കെ രക്ഷിതാക്കളൊക്കെ നോക്കണം. ഇനിയുള്ള കുട്ടികളെ നശിപ്പിക്കുന്നതാണ്, അവരെ എല്ലാ വ്യക്തിത്വവും തകർക്കുന്ന വിഷയം. ഇതൊന്നും പാഠ്യപദ്ധതി കൊണ്ടുവരാൻ പറ്റില്ല. അതൊക്കെ എതിർക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് ആരും ചെയ്തോട്ടെ, ബിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കാൻ പറ്റൂല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ബനൂ ഇസ്രായേലിനെ പറ്റി
അവരോട് പറഞ്ഞു ശനിയാഴ്ച മീൻ പിടിക്കണ്ട പറഞ്ഞു. അപ്പൊ അന്നാണ് നല്ല മീനും ഇവരെ പരീക്ഷിക്കണമല്ല. അപ്പൊ ഇവര് അതിർത്തി വെക്കുകയാണ്, മീന് പുറത്തു പോകാൻ പറ്റാത്ത കോലത്തിൽ മീനുകളൊക്കെ ഇങ്ങനെ വലയുന്ന പിറ്റേന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിർത്തി വെക്കുകയാണ്. അപ്പൊ ഒരു കൂട്ടർ എതിർത്തപ്പം വേറൊരു കൂട്ടർ നല്ല കുട്ടികളെ വരും, എന്തിനാ നിങ്ങൾ എതിർക്കണേ, ഓരോ തെറ്റ് നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാ എതിർക്കാൻ പോണേ. അപ്പൊ അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പിന്നെ പറഞ്ഞെന്തെന്നറിയാം, അതിനെപ്പറ്റി പറഞ്ഞു ഫലമാ നസൂമാ ദുഃഖിറൂബി അഞ്ചൈനല്ലേ തന്നെ അൻഹൗന അനിസൂ. ആ തിന്മയെ വിരോധിച്ചവരെ നമ്മൾ രക്ഷപ്പെടുത്തി, തിന്മ വിരോധിച്ചവരെ നമ്മൾ രക്ഷപ്പെടുത്തി. മറ്റ് അള്ളാന്റെ കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിച്ചവരെ അള്ളാഹു നശിപ്പിച്ചു എന്നാ പറയണേ. ഇതിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബിന്റെ ഒരു വാചകം ഞാൻ പറയാം. കുല്ലുമൻ ജലസഫി മജ്ലിസി മാസിയ, ഒരു തിന്മയുടെ സദസ്സിൽ ഇരിക്കുന്നവരെല്ലാം വലം യുൻകിറു അല്ലെ, എന്നിട്ട് ഇരിക്കുന്നവരാരും എതിർക്കുന്നില്ല നിൽക്കുക. ഒരു തിന്മയുടെ ഒരു സദസ്സ്, ആൾക്കാർ തിന്മ ചെയ്യാണ്, അപ്പൊ എല്ലാവരും കൂടെ അങ്ങനെ നിൽക്കുക, ആരും എതിർക്കണില്ലെങ്കിലോ യകൂനു മാഫിൽ വിസിരി സവ, ആ തിന്മ ചെയ്തിട്ടില്ലെങ്കിലും കുറ്റത്തിൽ എല്ലാവരും സമാണ്. ഒരു മദ്യപിക്കണം കുറച്ച് ആൾക്കാർ, വേറെ അടുത്തും വെറുതെ നോക്കിക്കണുള്ളൂ, ഓനാ മദ്യം പറ്റൂല ഹറാമാചാരിച്ചിരിക്കുക. പക്ഷെ എതിർത്തിട്ടില്ലെങ്കിൽ ആ തിന്മയിൽ സമമാണ്. ആധുനിക പണ്ഡിറ്റ് ഷെയ്ഖ് ഇബ്നു ബാസ് ഒരിക്കൽ പറഞ്ഞു ഇങ്ങനെ, ലൗ സഖത അഹ്ലുൽ ഹഖ് അൻ ബയാനിൽ ഹഖ്, സത്യത്തിന്റെ ആൾക്കാർ സത്യം പറയുന്നതിൽ നിന്ന് മിണ്ടാതിരുന്നാൽ ലസ്തമറൽ മുഖ്തിഊന അലാ അഖ്താഇഹിം, തിന്മ ചെയ്യുന്നവർ ഓരോ തിന്മയിൽ അങ്ങനെ പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല, ആർക്കൊന്നും പ്രശ്നമില്ലായിരിക്കും. വഖല്ലദൂ വയറും, മറ്റുള്ളവർ അവരെ അനുകരിക്കും ചെയ്യും. അപ്പൊ ബാസാക്കിത്തൂന ബിസ്മിൽ കത്മാൻ, എല്ലാവർക്കും അതിന്റെ കുറ്റം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ മൊത്തം ശിക്ഷ വരുന്ന സൂക്ഷിക്കാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവരും അള്ളാന്റെ ദീൻ, നമ്മുടെ ഉമ്മത്തു ദഅവ നമ്മുടെ പേര് തന്നെ, നമ്മുടെ പണി. ഇങ്ങ് അമ്പിയാക്കള് വരൂല, അമ്പിയാക്കള് ജനങ്ങൾ കേടുവരുമ്പോ അള്ളാഹ് അങ്ങനെ അയച്ചിരുന്നു. ഇനിയോ അമ്പിയാക്കളെ പണിയെടുക്കാൻ നമ്മളെയാണ് ഏൽപ്പിച്ചത്. കുന്തും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമൂഹമാണ് നിങ്ങൾ. ആര് നന്മ കൽപ്പിച്ചത് നമ്മൾ കൽപ്പിക്കണം. കാരണം തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. അപ്പൊ അമ്പിയാക്കൾ ചെയ്ത പണി ചെയ്യേണ്ടവരാണ്. സമൂഹത്തിൽ തിന്മ കാണുമ്പോൾ മിണ്ടാതിരിക്കലല്ല, ഞാൻ ഇടപെടണ്ടെന്ന് പറയലല്ല, ഇടപെടാൻ കഴിയണം. അവനാണ് രക്ഷയുണ്ടാവുക എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. സർവോപരി പരലോകത്ത് രക്ഷ കിട്ടണമെങ്കിലും ഈ തിന്മയുടെ കൂടെ രാജിയാവലല്ല, അതിനെ എതിർക്കുകയാണ് വേണ്ടത്. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യണം. പൊതുവായ ശിക്ഷ കിട്ടുന്നത് ഭയപ്പെടണം. അപ്പൊ അത് കിട്ടാതിരിക്കാനുള്ള വഴി തിന്മകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ആ രക്ഷ കിട്ടാതിരിക്കാനുള്ള പല വഴികളെ കൂടെ ഒന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതെന്താണ്? ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ നടത്തുക, പശ്ചാത്തപിക്കുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരും റബ്ബിലേക്ക് മടങ്ങുക എന്ന കാര്യം. വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി ഒരിക്കൽ പറഞ്ഞു, പ്രവാചകരെ താങ്കൾ അവരുടെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ അവരല്ല ശിക്ഷിക്കുക. അത് പൊതുശിക്ഷ കിട്ടൂല. പക്ഷെ ആ സുരക്ഷ നമുക്കില്ല, നബി നമ്മുടെ കൂട്ടത്തിലില്ല. ഏത് റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് പൊതുശിക്ഷ കിട്ടൂല അത് പറഞ്ഞു. അത് അടുത്ത മുസ്ലിങ്ങൾക്കും കാഫിര്യങ്ങൾക്കൊക്കെ റസൂൽ അന്ന് ജീവിച്ചിരിക്കേണ്ട ആർക്കും പൊതുശിക്ഷ കിട്ടൂല, അതൊരു കാര്യം പറഞ്ഞു. പക്ഷെ റസൂൽ ഇപ്പല്ല, അതുകൊണ്ട് അത് നമുക്കില്ല. പിന്നെ വമാ കാന അല്ലാഹു മുഅസിബഹും വഹും യസ്തഗ്ഫിറൂൻ, പിന്നെ അള്ളാഹ് അവരെ ശിക്ഷിക്കൂല, അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണെങ്കിൽ. ഖേദിച്ച് റബ്ബിലേക്ക് മടങ്ങുക, ഇസ്തിഗ്ഫാർ നടത്തുക. അതൊരു പ്രവാചകന്റെ ഒരു കാലത്തൊരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യൂനുസ് അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, സൂറത്ത് യൂനുസിലുള്ള ഒരു വചനാണ്, ഫലൗലാ കാനത് ഖറിയ ആമത് ഫനഫഅ ഈമാനുഹാ. ഏതൊരു നാട്ടിനും അവരവസാനം വെച്ചിട്ട് വിശ്വസിക്കുമ്പോൾ അവരുടെ ഈമാൻ അവർക്ക് പ്രയോജനം ചെയ്യൂല. നമുക്കറിയാം, ഫിറോവിനൊക്കെ മുങ്ങി മരിക്കണ നേരത്താണ് ഞാൻ ആമൻതു ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഒരു കാര്യമില്ല.
പക്ഷെ ഒരു നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം അത് ചെയ്തപ്പോൾ അവിടെയും കൂടി അള്ളാഹ് ഭേദഗതി നടത്തി. അള്ളാഹിന്റെ നിയമം ഇങ്ങനെ ചെയ്തു. അള്ളാഹ് എന്ത് ചെയ്തു? യൂനുസ് അലൈഹിസ്സലാം പറഞ്ഞൊന്നും ഒരു കേട്ടില്ല. അവസാനം യൂനുസ് നബി കടന്നു പോയി. പിന്നെ ജനങ്ങൾക്ക് ശിക്ഷ വരുന്ന എല്ലാ ആമുഖങ്ങളും ഇങ്ങനെ വന്നു. അപ്പോൾ അവർക്ക് ബോധ്യമായി നമ്മൾ പ്രവാചകനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും നന്നായി. അതാ ഇല്ലാ ഖൗമ യൂനുസ് നബിയുടെ ജനതയൊഴികെ അവരെന്ത് ചെയ്തു? അവസാനം വിശ്വസിക്കാൻ തീരുമാനിച്ചു എല്ലാവരും. അപ്പൊ ആ പൊതുശിക്ഷയിൽ നിന്നുള്ള അവരെ രക്ഷപ്പെടുത്തി. അപ്പൊ അവരെന്താ ചെയ്ത്? പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാർ നടത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചു. ചെയ്ത തെറ്റുന്ന അപരാധം ഏറ്റുപറഞ്ഞ് ഞങ്ങൾ നന്നാൻ തീരുമാനിച്ചിട്ടുണ്ട്. യൂനുസ് അലൈഹിസ്സലാം പറഞ്ഞനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ശിക്ഷ റബ്ബ് മാറ്റിവെച്ചത് ഇവിടെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയണം. അപ്പൊ റബ്ബിലേക്ക് മടങ്ങൽ തന്നെയാണ് വഴി, വ്യക്തികളാണെങ്കിലും സമൂഹങ്ങളാണെങ്കിലും ഒക്കെ. അപ്പൊ നമുക്ക് ഈ ലോകത്ത് ശിക്ഷ കിട്ടാതിരിക്കാനുള്ള വഴിയും കൂടിയാണ്. ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ നന്മ കൽപ്പിക്കുന്നവർ വളരെ കുറച്ചുള്ളൂ. തിന്മന്റെ ആൾക്കാർ കുറയാണെങ്കിലോ ശിക്ഷ ഈ ലോകത്തുള്ള മൊത്തത്തിൽ കിട്ടിയാലും അവരെ നിയത്തനുസരിച്ച് പരലോകത്ത് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും നന്മ കൽപ്പിച്ചവരാണ്. അപ്പൊ എന്തായാലും രക്ഷ കിട്ടണമെങ്കിൽ ഒരു വഴിയെ പറ്റിയ പറഞ്ഞു. അതൊന്നും ചെയ്യാതെ പൊതുശിക്ഷ കിട്ടിയാൽ മറ്റോലെ കൂട്ടത്തിലായി മാറും. അതുകൊണ്ട് നമുക്ക് നമ്മൾ രക്ഷപ്പെടണം, സമൂഹം രക്ഷപ്പെടണം. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിന്റെ അടിത്തറയായ നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ എന്നൊരു കാര്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ശരിക്കൊന്ന് കയറ്റി വെക്കണം എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ ഇസ്ലാമിന്റെ എല്ലാ അടിത്തറകളും അതിന്റെ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കും വേണം, പ്രവർത്തിക്കും വേണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ശിക്ഷകളിൽ നിന്നും അതുപോലെ ഈ ബലാ, പ്രതിസന്ധി, പ്രയാസങ്ങൾ, ശിക്ഷകൾ ഇതൊക്കെ അള്ളാഹു ദേഷ്യം കോപിച്ചാൽ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ ഇതിനെ തടുക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. കഷ്ടപ്പെടുന്ന സഹോദരന്മാർക്ക് അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, പലരും ഹോസ്പിറ്റലിലുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരും അല്ലാത്തവരൊക്കെ ഉണ്ട്. അവർക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. അതുപോലെ നമ്മുടെ അബ്ദുൽ മാലിക് സലഫി തൊട്ടടുത്ത ആശുപത്രിയിലാണ്, അഡ്മിറ്റാണ്. ഷിഫാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد.